കക്ഷിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും ആ തീരുമാനത്തിൽ നിന്ന് മാറാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായില്ല. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്ന ന്യായം 30 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് വരും, അത് വരട്ടെ, അത് പരിശോധിക്കട്ടെ, അത് പഠിക്കട്ടെ, എന്നിട്ട് തീരുമാനം. ഇന്ന് 32ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 1 മണിക്കൂറിൽ അതിൻ്റെ മോഡിൽ എന്തെങ്കിലും തീരുമാനമെടുത്തോ എന്ന് എനിക്കറിയില്ല. പത്രക്കാരെടുത്ത് വല്ല വിവരമുണ്ടോ? വല്ല നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും 3.5 കോടി ജനങ്ങൾക്കും അവസാനമായി നൽകിയ വളരെ വാശി പിടിച്ച തീരുമാനമായിരുന്നു 30 ദിവസം കഴിയട്ടെ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. എന്തേ 32 ദിവസമായി? 30ാമത്തെ ദിവസം തന്നെ DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു. ആദ്യം കൊടുത്തത് പൂരം സംബന്ധിച്ച റിപ്പോർട്ടാണ്. എന്താ റിപ്പോർട്ടിൽ പറഞ്ഞത്? ADGP അജിത് കുമാറിന് പൂരം കലക്കലുമായി ബന്ധപ്പെട്ടിട്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയാൽ ഒരു ഗവൺമെന്റ് എന്ത് ചെയ്യും? ആ നിമിഷം ആ വ്യക്തിയെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തും, അല്ലേ? സ്വർണ്ണക്കള്ളക്കടത്തും ആമി കേസും റിദാൻ വധക്കേസുമൊക്കെ അന്വേഷണങ്ങൾ ഇനിയും ഒരുപാട് നടക്കേണ്ടതുണ്ട്. പക്ഷെ ഒരു അന്വേഷണവും നടത്താതെ 1 മണിക്കൂർ കൊണ്ട് കേസ് അന്വേഷിക്കുന്ന SITയുടെ തലവനായ DGPക്ക് ഈ പറയുന്ന അജിത് കുമാറിനെ നിമിഷം കൊണ്ട് സസ്പെൻഡ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനവുമായ രേഖകൾ എല്ലാം തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറം, കേരളത്തിൻ്റെ നിയമസഭയിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറം, ആ ചുറ്റുപാടിലാണ് ഈ മുതൽ മുഴുവൻ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. വാങ്ങിയതിൻ്റെയും വിറ്റതിൻ്റെയും ഡോക്യുമെന്റ്സ്. 35 ലക്ഷം രൂപക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു, നയാ പൈസ വൈറ്റായി കൊടുത്തിട്ടില്ല. നമ്മളൊക്കെ ഒരു 10,000 അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ വസ്തു വാങ്ങുമ്പോൾ പോലും അതിൻ്റെ ഒഫീഷ്യൽ എമൗണ്ട് സർക്കാർ നിശ്ചയിച്ചൊരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ പൂർണ്ണമായിട്ടും ബാങ്ക് ട്രാൻസാക്ഷനെ നടത്താൻ നിയമം അനുവദിക്കുന്നുള്ളൂ. അങ്ങനെ കേരളത്തിൽ നടക്കുകയുള്ളൂ, അങ്ങനെ നടത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ നാട് ഭരിക്കുന്ന ADGP അജിത് കുമാർ 35 ലക്ഷത്തിന്റെ അൺഅക്കൗണ്ടഡ് മണി ഫ്ലാറ്റ് ഉടമക്ക് നൽകുന്നു. ആധാരത്തിൽ കൃത്യമായി എഴുതിയിരിക്കുന്നു പെയ്ഡ് ബൈ ക്യാഷ്. എത്രയാ? 35 ലക്ഷം. 10ാമത്തെ ദിവസം ഫെബ്രുവരി 19 വാങ്ങുന്നു, ഫെബ്രുവരി 18 വാങ്ങുന്നു, ഫെബ്രുവരി 28 തോന്നുന്നു വിൽക്കുന്നു. 10ാമത്തെ ദിവസം എത്ര ലക്ഷത്തിനാ? 65 ലക്ഷം രൂപക്ക്. നമ്മുടെ നാട്ടിൽ നടക്കുമോ? ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. 65 ലക്ഷം രൂപ പെയ്ഡ് ബൈ ക്യാഷ്. എന്താ അർത്ഥം? അൺഅക്കൗണ്ടഡ് മണി, കള്ളപ്പണം. വാങ്ങിയത് കള്ളപ്പണം, പിന്നെ വിറ്റതും കള്ളപ്പണത്തിന് വാങ്ങുന്നു. വിൽക്കുന്ന ആള് വാങ്ങുന്ന കള്ളപ്പണം റിസീവ് ചെയ്യുന്നു. 100 രൂപ പോലും അക്കൗണ്ടഡ് ആയി കൊടുക്കാത്ത ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ കവടിയാറിൽ വാങ്ങിയ കൊട്ടാര സമുദ്രമായ ആ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ്. ഈ 2 കാര്യങ്ങൾ മാത്രം മതി ഈ പറയുന്ന ADGP അജിത് കുമാറിനെ സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്യാൻ സാധിക്കും. 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എടുത്തോട്ടെ. PV അൻവർ നൽകിയ ഈ ഡോക്യുമെന്റുകൾ വെരിഫൈ ചെയ്യണം. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കള്ളാരോപണം നടത്തി നടക്കുന്ന അൻവർ കള്ള ഡോക്യുമെന്റും കൊടുക്കാമല്ലോ, പരിശോധിക്കാം. ആ പരിശോധന നടത്താൻ ഈ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന സമയം എത്രയറിയോ നിങ്ങൾക്ക്?
6 മാസം. അതിന് കാരണം എന്താ? ആ അന്വേഷണ റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്താൽ ആ സെക്കൻഡിൽ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. ഇപ്പോ 30 ദിവസം കഴിഞ്ഞ് 32ാമത്തെ ദിവസമായി. ഒരു കുലുക്കുമില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്. എവിടെ CPI? CPI മിനിയാന്ന് വരെ പറഞ്ഞല്ലോ 30 ദിവസത്തിനപ്പുറം 1 മിനിറ്റ് അപ്പുറത്തേക്ക് പോകാൻ CPI സമ്മതിക്കില്ല. ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ അജിത് കുമാറിനെ മാറ്റി നിർത്തും. അജിത് കുമാറിനെ മാറ്റി നിർത്തിയിട്ട് എന്താ കാര്യം? എന്ത് കാര്യം? ആരാണ് അജിത് കുമാർ? കേരളത്തിലെ പോലീസിന്റെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളും ഭരിക്കുന്ന, വിജിലൻസ് ആയാലും ക്രൈംബ്രാഞ്ച് ആയാലും SSB ആയാലും എല്ലാ ADGPമാരും ഈ അജിത് കുമാറിന്റെ മൂക്കിന് മുമ്പിൽ ചൂളയിടില്ല. ഇവിടെ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ അറിയല്ലോ, സംഹാര താണ്ഡവമാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ. ആ സംഹാര താണ്ഡവമാടുന്ന അജിത് കുമാറിനെ CPI പറയുന്നത് പോലെ ഈ കസേരയിൽ നിന്നെടുത്ത് ആ കസേരയിലേക്ക് ഇരുത്തിയാൽ ഒരു കാര്യവുമില്ല. CPI കാത്തു നിൽക്കുന്ന എന്നറിയോ നിങ്ങൾക്ക്?